നമസ്കാരം, ഞാൻ അനിസ്റ്റ. ഒക്ടോബർ 15 ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണിന്ന്. ഒരാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കായിരിക്കും അയാളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അതായിരിക്കും അയാളുടെ ജീവിതത്തിൻ്റെ ചിട്ടപ്പെടുത്തുന്നത്. അത് സ്വപ്നമെന്നല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. സ്വപ്നത്തിന് നൽകിയ ഈ പുതിയ നിർവചനമാണ് സ്വപ്നം കാണാനും സ്വപ്നം സാക്ഷാത്കരിക്കാനുമായുള്ള പരിശ്രമങ്ങളാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു ദരിദ്രനായ ബാലനെ ലോകമെന്നും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമാക്കി തീർത്തത്. ലോകത്തെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും. അഗ്നിച്ചിറവുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ അത്തരത്തിലുള്ളവരായിരുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്തായിരുന്നു കലാമിൻ്റെ ജനനം. രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു കലാമിന് പിറന്നാളുകൾ ആഘോഷിക്കാൻ ആഗ്രഹം. അതിനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു: രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രപതി കടന്നു വന്നാൽ വെള്ളം, വൈദ്യുതി, വഴി, ചികിത്സ സമ്പ്രദായം ഇവയെല്ലാം പറന്നെത്തും. പെട്ടെന്ന് ഇന്ത്യയുടെ വികസനം ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായ അദ്ദേഹം ജനകീയ തീരുമാനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞ ശേഷം അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2015 ജൂലൈ 27 ഷിലോങ്ങിൽ വച്ചാണ് കലാം അന്തരിച്ചത്. കുട്ടികളുടെ മനസ്സിൽ സ്വപ്നത്തിൻ്റെ അഗ്നിച്ചിറവുകൾ ആലേഖനം ചെയ്ത വ്യക്തിത്വമാണ് കലാം. എളിമയും വിനയവും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശബ്ദശകലങ്ങൾ കേൾക്കാൻ ഓരോ വേദികളും ജലബാഹുല്യമായിരുന്നു. ഇന്ത്യയുടെ ഭാവി കുട്ടികളിലാണെന്ന് കണ്ട അദ്ദേഹം കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്താതെ അറിവുകൾ പകർന്നുകൊടുത്തു. കലാമിൻ്റെ പ്രചോദനം നമുക്കും പിന്തുടരാം എന്ന് പറഞ്ഞുകൊണ്ട്, ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.